യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. നമ്മുടെ മേൽ ഓരോ ദിവസവും രാവിലെ തോറും പുതുതാകുന്ന തൻ്റെ ദയ കൊണ്ട്, കൃപ കൊണ്ട്, കരുണ കൊണ്ട് നമ്മെ അലങ്കരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതും ഇതിനുശേഷം ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതുമായ എല്ലാ വിശുദ്ധന്മാർക്കും ശ്രീയേശുനാഥന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ആദരവോടെ അറിയിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം നമ്മെ പരിപാലിക്കുന്നതിനാൽ സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവരായ നിങ്ങൾക്കും എഴുതുന്നത് എന്ന് വെച്ചാൽ, അപ്പോസ്തോല ശ്രേഷ്ഠന്മാർക്ക് ദൈവം കൈമാറിയ വിശ്വാസത്തിൻ്റെ മാറ്റ് ഒട്ടും കുറയാതെയാണ് നമുക്കും തന്നിരിക്കുന്നത്, നമ്മയും ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസമല്ല, ദൈവം നമ്മെ ഏൽപ്പിച്ച വിശ്വാസമാണ്. നമ്മുടെ വിഷയം അതൊന്നും അല്ലാത്തത് കൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. സ്തോത്രം. There are different types of faith, also levels of faith. Peter is speaking not about the faith we have in or on God or Christ, but it is about the faith entrusted unto us. നാം വിശുദ്ധന്മാർ എന്ന നിലയിൽ നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസമാണ്. നമ്മൾ ദൈവത്തിങ്കൽ അർപ്പിക്കുന്ന വിശ്വാസം അല്ല. സ്തോത്രം. അപ്പോസ്തോല ശ്രേഷ്ഠന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള വിലയേറിയ വിശ്വാസം നമുക്കും നൽകുവാൻ അവിടുത്തേക്ക് പ്രസാദമായല്ലോ. അതിനായിട്ട് സ്തോത്രം. അതുകൊണ്ട് നാം ആ വിലയേറിയ വിശ്വാസത്തിൻ്റെ കസ്റ്റോഡിയൻസ്, കാവൽക്കാരാണ് എന്നുള്ള ബോധ്യത്തോടെ അതിനുവേണ്ടി പോരാടുവാനും നല്ല യുദ്ധസേവ ചെയ്യുവാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. അതാണ് പൗലോസും പറയുന്നത്, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. സ്തോത്രം. ഇത് അത്ഭുതം നടത്തുന്ന വിശ്വാസമല്ല, ഇത് നിത്യജീവൻ നൽകുന്ന വിശ്വാസമാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ തളരാതെ ഉറപ്പുള്ളവരായി ധൈര്യത്തോടെ എന്ത് വില കൊടുത്തും കർത്താവിനെ സേവിക്കുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, അരമുറുക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മളിപ്പോൾ എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. നമ്മളവിടെ കാണുന്ന കാഴ്ചകൾ വളരെ വിസ്മയാവഹമാണ്, പ്രാധാന്യമർഹിക്കുന്നതാണ്. സ്തോത്രം. അതിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച, the focused sight in these verses is Christ who was made a little lower for a little while than
the angels. But now we see him enthroned, exalted, clothed with glory and honor. സ്തോത്രം. ദൂതന്മാരെക്കാൾ അല്പം മാത്രം, അല്പകാലത്തേക്ക് മാത്രം താഴ്ച വന്നവനായ യേശു മഹത്വവും ബലവും മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി മഹത്വത്തിൽ ഉയർത്തപ്പെട്ടവനായി കാണുന്ന യേശു. സ്തോത്രം. ഈ യേശുവാണ് നമ്മുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. സ്തോത്രം. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. Christ should be the center of our faith, the center of our thoughts, our talks, center of our vision. നമ്മുടെ കാഴ്ചയുടെ, സംസാരത്തിൻ്റെ, ചിന്തകളുടെ, സ്തോത്രം, നമ്മുടെ ദർശനത്തിൻ്റെ ഒക്കെ കേന്ദ്രസ്ഥാനത്ത് നമ്മുടെ മശിഹ ഉണ്ടായിരിക്കണം. സ്തോത്രം. ആ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ. നമ്മൾ ആ ക്രിസ്തുവിനെയും അനുബന്ധമായ കാര്യങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ ഏതാണ്ട് 9 കാര്യങ്ങൾ കണ്ടെന്നാ തോന്നുന്നല്ലേ? സ്തോത്രം. 11. ഓക്കെ, 11 കാര്യങ്ങൾ. അതായത് യേശു ക്രിസ്തു ഇങ്ങനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രവും അല്പകാലത്തേക്കു മാത്രവും താഴ്ച വന്നവനായി ഈ ലോകത്തിൽ ആയിരുന്നതിനാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രയോജനം, നമുക്ക് വേണ്ടി ക്രിസ്തു നേടിയത് ഒക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു വരികയാണ്. സ്തോത്രം. അതിൽ നമ്മൾ ഏതാണ്ട് 10-ാമത്തെ വാക്യത്തിൽ നിന്നും ക്രിസ്തു നമ്മുടെ രക്ഷാനായകൻ എന്നുള്ള ഭാഗവും കഴിഞ്ഞ് 11-ാമത്തെ വാക്യത്തിലെത്തിയപ്പോൾ കണ്ടത് എന്തായിരുന്നു? 11 12 വാക്യങ്ങളിൽ നിന്ന് സ്തോത്രം, ഞാൻ എൻ്റെ സഹോദരന്മാരോട് സഭാമധ്യേ നിന്നെ കീർത്തിക്കും എന്നതിനാൽ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. സ്തോത്രം. ആരും കണ്ടിട്ടില്ലാത്ത ദൈവം, ആർക്കും കാണുവാൻ കഴിയാത്ത ദൈവം. എന്നാൽ ആ ദൈവത്തെ നമുക്ക് വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും വെളിപ്പെടുത്തി തന്നത് നമ്മുടെ കർത്താവായ യേശുവാണ്. സ്തോത്രം. ജീസസ് revealed his father to us. സ്തോത്രം. revealed his father to us. സ്വർഗസ്ഥനായ ദൈവത്തെ, സ്വർഗസ്ഥനായ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. As we often say, God the Father is both unseen and invisible. Unseen and invisible. That we often read from 1 Timothy chapter 6. 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ നിരന്തരം അത് വായിക്കാറുണ്ടായിരുന്നുവല്ലോ. സ്തോത്രം. അദൃശ്യനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ ദൈവത്തെ യേശുക്രിസ്തു തൻ്റെ വാക്കുകളാലും തൻ്റെ ജീവിതത്താൽ അഥവാ പ്രവൃത്തികളാലും നമുക്ക് വെളിപ്പെടുത്തി തന്നു. സ്തോത്രം. വെളിപ്പെടുത്തി തന്നു. അതായിരുന്നു നമ്മൾ
11 12 വാക്യങ്ങളിൽ നിന്നും കണ്ടത്, സ്തോത്രം, ഐ വിൽ ഡിക്ലെയർ യുവർ നെയിം ടു മൈ ബ്രദറൻ. സ്തോത്രം, ഞാൻ എൻ്റെ സഹോദരന്മാരോട് നിന്റെ നാമത്തെ കീർത്തിക്കും. സ്തോത്രം എന്നുള്ളതിനെ സംബന്ധിച്ച്. അത് കഴിഞ്ഞിട്ട് നാം കണ്ടത്, സ്തോത്രം, 14 വാക്യത്തിൽ നിന്ന്, സ്തോത്രം, 14 വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. 15 കൂടെ. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. സ്തോത്രം. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ എന്തായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്? സ്തോത്രം. മരണ ഭീതിയിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കി. സ്തോത്രം. ആ 14 വാക്യത്തിൽ നിന്ന് മറ്റൊരു സംഗതി നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നു. നമ്മളോട് താതാത്മ്യപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ ചിന്തിച്ചതാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും ജഡരക്തങ്ങളോട് കൂടിയവൻ ആയി. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു നമ്മെ പോലെ ജഡം ധരിച്ചു എന്നുള്ളതാണ് അവിടുത്തേത്. നമ്മളത് കണ്ടു. അതിനുള്ള കാരണങ്ങളും നമ്മൾ കണ്ടു. എങ്കിൽ മാത്രമേ ക്രിസ്തുവിന് നമ്മെ വീണ്ടെടുക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. സ്തോത്രം. നമ്മെ വീണ്ടെടുക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. അടുത്ത ചാർച്ചക്കാരന് മാത്രമേ വീണ്ടെടുക്കുന്നതിനുള്ള അധികാരമുള്ളൂ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ദ കോഡ് ഓഫ് റിഡംഷൻ എന്ന് ലേവ്യ 25 അധ്യായത്തിൽ നിന്നും. സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തുവും നമ്മെപ്പോലെ ജഡം എടുത്തവനായി മരിക്കുവാൻ വേണ്ടിയാണ് അമർത്യനായവൻ മർത്യമായ ശരീരത്തിൽ വെളിപ്പെട്ടത്. സ്തോത്രം. ജീസസ് കെയിം ടു ദിസ് വേൾഡ് in a mortal body that he may suffer death for our sake, by which he would deliver us from eternal condemnation. സ്തോത്രം. നിത്യമായ ശിക്ഷാവിധിയിൽ നിന്നും മരണവിധിയിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും മാനവകുലത്തെ വീണ്ടെടുക്കേണ്ടതിനായി ക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരിക്കുവാനായിട്ടാണ് മർത്യമായ ദേഹത്തിൽ വെളിപ്പെട്ടത്. നമുക്കറിയാം, യേശുക്രിസ്തു അമർത്യനാണ്. യേശുക്രിസ്തു ആത്മരൂപിയും സൂക്ഷ്മരൂപിയും അശരീരിയും ആകൊണ്ട്. സ്തോത്രം. ക്രിസ്തുവിന് മരിക്കുക എന്നത് സാധ്യമല്ല. എന്നാൽ അത് സാധ്യമാക്കി തീർക്കുവാൻ യേശു തൻ്റെ ദൈവത്വത്തോടൊപ്പം ദൈവത്വം ഉപേക്ഷിക്കാതെ, എന്നാൽ ദൈവത്വത്തിൻ്റെ മഹത്വത്തെ ഉരിഞ്ഞു വെച്ചിട്ട് മർത്യമായ മാനുഷ ദേഹം ഏറ്റെടുത്തു. സ്തോത്രം. അതുകൊണ്ടാണ് നാം കാണുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവൻ ആയി.
സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം. പലരും ക്രിസ്തുവിന്റെ മനുഷ്യത്വ നിഷേധികളായിട്ടുണ്ട്. എന്നാൽ ഓർക്കുക, ഇത് രണ്ടും ഒരുപോലെ പ്രധാനം ആണ്. യേശുവിന്റെ ദൈവത്വവും യേശുവിന്റെ മനുഷ്യത്വവും. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആയിരുന്നു, ആകുന്നു എന്നുള്ളത് ഇപ്പോഴും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഉപദേശ വിഷയം കൂടെയാണ്. സ്തോത്രം. എന്നാൽ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വ നിഷേധികളും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വ നിഷേധികളും ഉണ്ടായിരുന്നു. ആ രണ്ട് കടുത്ത ദുരുപദേശങ്ങൾക്കെതിരെയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷവും ലേഖനങ്ങളും, വിശേഷിച്ച് 1-ാമത്തെ ലേഖനവും 2-ാം ലേഖനമുണ്ട്, ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത്. പൗലോസും കൊലോസ്യ ലേഖനത്തിൽ അക്കാര്യം വളരെ കാർക്കശ്യത്തോടെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് യേശുവിൻ്റെ ദൈവത്വവും യേശുവിൻ്റെ മനുഷ്യത്വവും എന്നുള്ളത്. അത് നമ്മൾ നേരത്തെ കണ്ടു. അത് നമ്മോട് യേശു താതാത്മ്യപ്പെട്ടു. സ്തോത്രം. നമ്മെപ്പോലെ അവൻ ആയി. യേശു എന്തിനാ ജഡമെടുത്തത്? നമുക്ക് പകരമായി മരണം ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും. സ്തോത്രം. അക്കാര്യം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ അവിടെ കാണുന്നു, സ്തോത്രം, യേശു മരിക്കുവാനായിട്ട് വന്നു, അല്ലേ? ജീസസ് ഡൈഡ്. ആ വാക്യത്തിൽ വീണ്ടും പറയുന്നു, തൻ്റെ മരണത്താൽ. സ്തോത്രം. അപ്പോൾ എന്തിനാ യേശു വന്നത്? മരിക്കുവാൻ. സ്തോത്രം. That was the very purpose of Jesus, that he may die. He may be offered as a sacrifice. സ്തോത്രം. യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ഉദ്ദേശങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, സ്തോത്രം, കണ്ടുകൊണ്ടിരിക്കുന്നു, യേശു ജഡത്തിൽ വന്നിട്ട് നമുക്ക് വേണ്ടി മരിച്ചു. നമുക്ക് വേണ്ടി മരിച്ചു തൻ്റെ മരണത്താൽ. സ്തോത്രം. തൻ്റെ മരണത്താൽ. നാം യെശയ്യാ 53-ാമത്തെ അധ്യായത്തിലും അത് കാണുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച്. സ്തോത്രം. നമുക്കെല്ലാവർക്കും വേണ്ടി അവനൊരു അകൃത്യ യാഗമായി അർപ്പിക്കപ്പെട്ടു. സ്തോത്രം. He was offered as a sin offering for our sake. സ്തോത്രം. നമുക്ക് വേണ്ടി യേശു അകൃത്യ യാഗമായി അർപ്പിക്കപ്പെട്ടു. സ്തോത്രം. കാരണം നമ്മുടെ എല്ലാവരുടെയും അകൃത്യം പിതാവായ ദൈവം യേശുവിൻ്റെ മേൽ ചുമത്തി. സ്തോത്രം. ചുമത്തി. അപ്പം യേശുക്രിസ്തുവിൻ്റെ ജഡധാരണ ഉദ്ദേശമാണ് നാം അവിടെ കാണുന്നത്. തൻ്റെ മരണത്താൽ യേശു മരിക്കുവാനായിട്ട് വന്നു. അതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിൽ കിടക്കുമ്പോഴും, നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്നും ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കട്ടെ എന്ന് വെല്ലുവിളിച്ചിട്ടും യേശു ക്രൂശിൽ നിന്നും ഇറങ്ങി വരാതിരുന്നത്. ഇറങ്ങി വരാൻ യേശുവിന്
വയ്യാഞ്ഞിട്ടല്ല, അധികാരമില്ലാഞ്ഞിട്ടല്ല. എന്നാൽ ക്രിസ്തു വന്ന ആത്യന്തിക ഉദ്ദേശം തൻ്റെ മരണത്താൽ മറ്റ് ചിലത് നേടുക എന്നുള്ളതായിരുന്നു. സ്തോത്രം. ചിലത് സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു. സ്തോത്രം. അതാണ് നാം അവിടെ കാണുന്നത്. യേശു മരിക്കുവാനായിട്ട് വന്നു. അത് നമ്മൾ നോക്കിയായിരുന്നല്ലോ അല്ലേ? ഇല്ല. ഓക്കെ, എങ്കിൽ പിന്നെ അതായിക്കോട്ടെ. 14-ാം വാക്യത്തിൽ നിന്നും അടുത്തത്, the very purpose of his bodily advent, manifestation, was to die. 12 അല്ലേ പാസ്റ്റർ? 11, അതെ, 12. 12. സ്തോത്രം. മരിപ്പാനായിട്ട് വന്നു. യേശുവിൻ്റെ മരണം എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു. സ്തോത്രം. യേശുവിനെ ക്രൂശിൽ മരിക്കാതിരിക്കേണ്ടതിന് എന്തും ചെയ്യുവാൻ സാത്താൻ തയ്യാറായിരുന്നു. ഇവിടെ നമ്മൾ നേരത്തെ ഒരിക്കൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മറ്റൊരു ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നാലും ഈ സന്ദർഭത്തിൽ ഒന്നും കൂടെ ചോദിക്കാം. ക്രിസ്തുവിനെ ക്രൂശിൽ മരിക്കുവാൻ ഏൽപ്പിച്ചത് സാത്താന്യ പദ്ധതിയായിരുന്നുവോ അതോ ദൈവീക പദ്ധതിയായിരുന്നുവോ? നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് സാത്താന്യ പദ്ധതിയായിരുന്നു എന്ന്. എന്നാൽ അല്ല. യേശു ക്രൂശിൽ മരിക്കാതിരിക്കേണ്ടതിനാണ് സാത്താൻ ആവോളം പരിശ്രമിച്ചത്. കാരണം അത് അവന് ഏറെ ദോഷം ചെയ്യുന്നതാണെന്ന് അവനറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ആ കാര്യം കണ്ടതാണ്. പത്രോസിന്റെ ആദ്യത്തെ ക്രൈസ്തവ പ്രസംഗത്തിൽ തന്നെ ആ കാര്യം ഊന്നി പറഞ്ഞിട്ടുണ്ട്. പത്രോസിനെ യേശു കർത്താവ് ശാസിച്ചതിലും അതേ വിഷയമുണ്ട് മത്തായി 16-ാം അധ്യായത്തിൽ. യേശുക്രിസ്തുവിനെ ലോകത്തിന് സ്നാപകൻ ഏറ്റവും ആദ്യം പരിചയപ്പെടുത്തിയപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്. The first introduction of Jesus to the world by John the Baptist also was by declaring this same fact. See or behold the Lamb of God that takes away the sin of the world, the iniquities of the world. ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒന്ന് കൊരിന്ത്യർ 2:8. റോണ ബ്രദർ ഒന്ന് വായിച്ചോ. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു.
നിയമിച്ചിരുന്നു. God the Father had preordained Jesus Christ. He was pre-appointed to die for our sake. നമുക്ക് വേണ്ടി മരിക്കുവാൻ യേശുവിനെ പിതാവ് മുൻ നിയമിച്ചിരുന്നു. എന്തിനു വേണ്ടിയാ? 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 2:7 പറയുന്നുണ്ട്, നമ്മുടെ വേണമെങ്കിൽ 6ഉം 7ഉം കൂടെ വായിച്ചട്ടെ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കും. ലോക സൃഷ്ടിക്കും മുമ്പേ മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. മുൻ നിയമിച്ചതും. അതുകൊണ്ടാണ് പറഞ്ഞത് യേശു ക്രിസ്തുവിനെ ജീസസ് വാസ് പ്രീഓർഡൈൻഡ് ഫോർ അവർ സേക്ക്. ദാറ്റ് വാസ് ഡിവൈൻ, അൺചേഞ്ചബിൾ, ഇർറിവോക്കബിൾ ഓർഡിനേഷൻ. മാറ്റാൻ കഴിയാത്ത, മാറ്റമില്ലാത്ത ദൈവീക നിയമനമായിരുന്നു യേശു ക്രിസ്തു നമുക്കായിട്ട് മരിക്കണം എന്നുള്ളത്. മാനവജാതിക്ക് വേണ്ടിയുള്ള യേശു ക്രിസ്തുവിൻ്റെ മരണം ഡിവൈൻ അപ്പോയിൻമെന്റ്, പ്രീ ഡെസ്റ്റിനേഷൻ, പ്രീ ഓർഡിനേഷൻ ആയിരുന്നു. ദാറ്റ് could not be altered. മാറ്റാൻ കഴിയില്ല. സ്തോത്രം. മുൻ അറിഞ്ഞവനും മുൻ നിയമിച്ചവനുമായിരുന്നു. അപ്പോൾ തന്നെ he was hidden. ആ മർമ്മം യഹൂദ മതമേധാവികൾക്ക് മറഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെയാണെന്ന് അവർ യേശുവിനെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ യേശുവിനെ അവര് ക്രൂശിക്കയില്ലായിരുന്നു. അതാണ് പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ഈ ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ ക്രൂശിക്കയില്ലായിരുന്നു. സ്തോത്രം. പക്ഷേ ക്രൂശിച്ചേ പറ്റുമായിരുന്നുള്ളൂ. അഥവാ ക്രൂശിക്കപ്പെട്ടേ, യേശുക്രിസ്തു മരിച്ചേ ആകുമായിരുന്നുള്ളൂ. സ്തോത്രം. അത് ദൈവം നിവർത്തിച്ചു. It could not be changed. It could not be altered. മരിച്ചേ പറ്റൂ. അത് ദൈവം നിയമിച്ചതാ. സ്തോത്രം. Certainly it was ordained by God. മനുഷ്യൻ പാപം ചെയ്യുന്നതിനും മുമ്പേ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനും മുമ്പേ, പുറകോട്ട് പോവാ നമ്മൾ, ഡിസെൻഡിങ് ഓർഡർ അല്ല. മനുഷ്യൻ പാപം ചെയ്യുന്നതിനും മുമ്പേ പുറകോട്ട്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനും മുമ്പേ വീണ്ടും പുറകോട്ട്. ലോകത്തിൻ്റെ സൃഷ്ടി, ലോകസ്ഥാപനമെന്ന് നമ്മൾ വിളിക്കുന്നു, അതിനും മുമ്പേ, പിന്നെയും പുറകോട്ട് പോയാൽ അനാദിയിൽ, in the past eternity, these things were ordained or appointed.
സ്തോത്രം. അത് ദൈവം നിയമിച്ചിരുന്നു. സ്തോത്രം. എങ്കിൽ ഒരു ചോദ്യം വന്നിരിക്കുന്നു. യൂദ ഇസ്കറിയോത്താവ് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതും അല്ലെങ്കിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതും ഈ പ്രീ ഓർഡിനേഷൻ, പ്രീ അപ്പോയിന്റ്മെന്റ് അല്ലേ? ഇഫ് നോട്ട് ജൂഡാസ് ഇസ്കറിയോത്ത്, what would have been other way for his betrayal? നമ്മൾ ഈ കാര്യവും പല പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. യൂദ ഇല്ലായിരുന്നെങ്കിൽ യേശു ക്രൂശിക്കപ്പെടില്ലായിരുന്നോ? ഇതിനകത്ത് ഈ ദൈവീക വീണ്ടെടുപ്പിന്റെ പദ്ധതിയിൽ ഇതിനെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് റിഡംറ്റീവ് പ്ലാൻ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി എന്നാണ് ഇതിനെ പൊതുവെ വിളിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തുള്ളതാണ് റിഡംറ്റീവ് പ്ലാൻ ഓഫ് ഗാഡ്. ഈ റിഡംറ്റീവ് പ്ലാനിനകത്ത് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതോ യേശുവിനെ തള്ളിപ്പറയുന്നതോ ഒന്നും പ്രാധാന്യമായുള്ള കാര്യമല്ല. യേശു ക്രൂശിക്കപ്പെടണമെന്ന് മാത്രമാണ്. യേശുക്രിസ്തു പ്രായശ്ചിത്ത മരണം ആകണം എന്നത് മാത്രമാണ് പ്രധാനം. അതാണ് വീണ്ടെടുപ്പ്. എന്നാൽ ദൈവം ആഗ്രഹിച്ചിരുന്നോ യൂദ അങ്ങനെ ഒരുത്തനാകണമെന്ന്? നിങ്ങളൊന്ന് ചിന്തിക്കുന്നു. ഇല്ല. Never. That was the very plan of Jesus in choosing Judas or including him into his inner circle of disciples. തൻ്റെ ശിഷ്യന്മാരുടെ ആ ഒരു ആന്തരിക വലയത്തിൽ യൂദായെയും കൂടെ തിരഞ്ഞെടുത്തത് യേശുക്രിസ്തുവിൻ്റെ യൂദയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിരുന്നു. അവനെ തിരഞ്ഞെടുത്തെന്ന് മാത്രമല്ല, ശിഷ്യനാക്കി. ബാക്കി 11 ശിഷ്യന്മാർക്കും ഭൂതങ്ങളുടെ മേൽ, വ്യാധികളുടെ മേലും അധികാരം കൊടുത്തപ്പോൾ ഇവനും കൊടുത്തു. ഇവനും രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ടാവും. യൂദായും ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ടാകും. വേറെ ആർക്കും കൊടുക്കാത്ത ഖജാൻജി സ്ഥാനവും കർത്താവ് കൊടുത്തത് യൂദയ്ക്കാണ്. നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു ദൂത് പറയാം. ആ ദൂതെന്ന് പറയുന്നത് ഇത് ദൂത് തന്നെ കേട്ടോ, ഇത് ദൂത് തന്നെയാണ്. യൂദായിക്ക് തെരഞ്ഞെടുപ്പ് കിട്ടിയത് അവന്റെ യോഗ്യതയായിരുന്നില്ല, അവനിലുള്ള ദൈവപ്രസാദവുമായിരുന്നില്ല. 2, അവന് ഒരു എക്ലീസിയാസ്റ്റിക്കൽ പൊസിഷൻ, സഭയിൽ ഒരു പദവി കിട്ടി, ട്രഷറാ സ്ഥാനം. ഞാൻ ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നയാളായതുകൊണ്ട് ആ ഭാഷയിലും കൂടെ പറഞ്ഞാൽ, ഈ ചർച്ച് ഓഫ് ഗോഡ് സഭകളിൽ സെക്രട്ടറിമാർക്ക് വലിയ പ്രാധാന്യമില്ല. നമ്മുടെ ലോക്കൽ സഭകളിൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നല്ലേ, അതിന് ചർച്ച് ഓഫ് ഗോഡ് സഭകളിൽ വലിയ പ്രാധാന്യമില്ല. ചർച്ച് ഓഫ് ഗോഡ് സഭകളിൽ പ്രാധാന്യം
സെക്രട്ടറി എന്ന പേരുണ്ടെങ്കിലും ആളിൻ്റെ കടമ എന്നത് ഫിനാൻസ് ഡീലിംഗ് ആണ്, സാമ്പത്തിക വിഷയങ്ങളിൽ അത് കൈകാര്യം ചെയ്യുന്നവരാണ്. എന്നതുപോലെ യേശുക്രിസ്തുവിൻ്റെ ആ കൊച്ചു സംഘത്തിലും സെക്രട്ടറിമാർ വേറെ ആരും ഇല്ലായിരുന്നു, പക്ഷേ ഒരു പദവി ഉണ്ടായിരുന്നത് ഈ ഖജാൻജി, പണസഞ്ചിയുള്ളവൻ എന്ന നിലയിൽ. ആ കിട്ടിയ പദവിയും നിയമനവും അവന്റെ യോഗ്യതയ്ക്കനുസരിച്ചായിരുന്നില്ല. ദൂത് അപ്പൊ മനസ്സിലായി കാണുമല്ലോ. നമുക്ക് എന്തെങ്കിലും പദവികളോ ഉയർച്ചയോ ആത്മീയ വിഷയങ്ങളിലോ സഭാപ്രവർത്തനങ്ങളിലോ പോലും കിട്ടിയെന്ന് കരുതി കോളർ പിടിക്കരുത്. അത് നമ്മുടെ യോഗ്യതകൾ കൊണ്ടോ നമ്മുടെ മേലുള്ള ദൈവപ്രസാദമോ അല്ല. നമ്മുടെ ജീവിതത്തിന്റെ അംഗീകാരമായിട്ട് അതിനെ കാണരുത്. പകരം എന്തിനാ ഈ യൂദയെ തെരഞ്ഞെടുത്തതും അവനെ ട്രഷറർ സ്ഥാനം ഏൽപ്പിച്ചതും? വന്നാട്ടെ. തെറ്റിയാലും സാരമില്ല, പറഞ്ഞു. അവൻ പണക്കൊതിയനും യേശുവിനെ ഒറ്റിക്കൊടുത്ത് പൈസ വാങ്ങിക്കുന്നവനുമായി തീർന്നു. എന്തിനു വേണ്ടി? അതിനു വേണ്ടി ആയിരുന്നു അവനെ അങ്ങനെ ഏൽപ്പിച്ചത്? അല്ല, അവനെ രക്ഷിക്കാൻ വേണ്ടി തന്നെ. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ഉള്ള ഒരു മാർഗമായിട്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവൻ അങ്ങനെയാണെന്ന് യേശു അറിഞ്ഞിട്ടും അവനെ തെരഞ്ഞെടുത്ത ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അർത്ഥം എന്തെന്നാൽ അതുകൊണ്ടെങ്കിലും അവൻ മാനസാന്തരപ്പെടട്ടെ എന്ന് കരുതി. ആ രണ്ട് സാധ്യതകളാണ് അതിൻ്റെ മുമ്പിൽ. ഒന്ന്, ഇങ്ങനെ എന്നെ സ്നേഹിച്ച, ഇങ്ങനെ എന്നിൽ വിശ്വാസം അർപ്പിച്ച കർത്താവിനെ ഞാൻ വഞ്ചിക്കരുത് എന്ന ചിന്ത കൊണ്ട് ഇവൻ അതിൽ നിന്നും പിന്മാറാം. അല്ലെങ്കിൽ ഇതും കൂടെ അവന്റെ പാപത്തിന് വീര്യം കൂട്ടുന്നതായിട്ടും മാറാം. ഈ രണ്ടിലൊന്ന് സാധ്യതയ്ക്ക് വേണ്ടിയാ അവനെ അറിഞ്ഞുകൊണ്ട് തന്നെ തിരഞ്ഞെടുത്തതും ഈ പദവി ഏൽപ്പിച്ചതും. നമ്മോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയാ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എന്നെ കർത്താവ് ആ കാര്യം പഠിപ്പിച്ചത്. ഞാനൊരു ചർച്ചില് അന്ന് യൂദായെ സംബന്ധിച്ചാ പ്രസംഗിച്ചത്. 5 or 8 കൂട്ടം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവെന്നെ പഠിപ്പിച്ചിരുന്നു. നാമുമായിട്ട് അതിൻ്റെ പ്രായോഗിക ചിന്തകളെ പങ്കുവയ്ക്കുവാൻ വേണ്ടി. അതിനുശേഷം എന്നെ പലപ്പോഴും അലട്ടുന്നതായ, ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്നെയും കർത്താവ് തിരഞ്ഞെടുത്തു, ദൈവവചനത്തിൻ്റെ പല കാര്യങ്ങളും മനസ്സിലാക്കി തന്നു, ശുശ്രൂഷകനായി ദൈവം എന്നെ നിയമിച്ചു. ഒരു കാര്യം ഉറപ്പാ, ഇതൊന്നും എൻ്റെ അടിസ്ഥാന യോഗ്യതകൾ കൊണ്ടുമല്ല, എന്നെ ദൈവം അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവുകളായിട്ടുമല്ല. അതറിഞ്ഞപ്പോഴാണ് ഞാൻ അടുത്ത ഭാഗം ചിന്തിച്ചത്. കർത്താവേ, ഞാൻ ഇങ്ങനെ ഇതിനൊന്നിനും യോഗ്യനല്ലാതിരുന്നിട്ടും ഇതൊക്കെ എന്നെ തെരഞ്ഞെടുത്ത് ഏൽപ്പിച്ചത് ഇതിനനുസരിച്ച് ഇതുകൊണ്ടെങ്കിലും ഞാൻ അങ്ങേക്ക് കൊള്ളാകുന്നവനായി തീരാനാണല്ലോ. അങ്ങനെ ഈ ഒരു പദവിയിലേക്ക്, ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ദൈവിക മർമ്മങ്ങൾ എന്നെ കർത്താവ് ഗ്രഹിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വളരെ അധമനായ പാപിയായി മാറിയനെ. യാക്കോബും അതിനോടനുബന്ധിച്ച് പറയുന്നുണ്ട്, അധികം ശിക്ഷാവിധി വരാതിരിക്കേണ്ടതിന് നമ്മിൽ അധികം പേരും
ഉപദേഷ്ടാക്കന്മാർ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉപദേശിമാർ ഉപദേശിക്കുന്നവരാകരുത്. ആകരുതെന്ന. ഭയങ്കര ഭയപ്പാടുളവാക്കുന്ന സംഗതി ഇത്. എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഘടകമാ. എന്നെ കർത്താവ് ഇങ്ങനെയൊക്കെ തിരഞ്ഞെടുത്ത് ആക്കി വെച്ചില്ലായിരുന്നെങ്കിൽ അയ്യോ, ഞാന് എത്ര വല്ലാത്ത പാപിയായിട്ട് മോയനയായിരുന്നു. ഇപ്പോൾ എന്നെ തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കയാൽ അതിനനുസൃതമായ ഒരു സ്വഭാവ രൂപീകരണം എന്നിലുണ്ടാകണം. ഇല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് തിരിച്ചടിയായിട്ട് മാറും. നമുക്ക് തന്നെ ശിക്ഷാവിധി ചരതിച്ചു വയ്ക്കുന്ന അവസ്ഥയാകും. അപ്പൊ യൂദായെ കർത്താവ് തെരഞ്ഞെടുത്തത് ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയല്ല, ആ പാപത്തിൽ നിന്നും മാറാൻ വേണ്ടിയാ. അതിനുള്ള മൂന്നാമത്തെ തെളിവാണ് ഈ 3 വർഷത്തിൽ പരം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് യൂദായിക്ക് മാത്രം മനസ്സിലാകുന്നത് പോലെ അവന്റെ പാപത്തെ കർത്താവ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇല്ലേ? വേറെ ആർക്കും മനസ്സിലാകത്തില്ലായിരുന്നു, അവന് മാത്രം മനസ്സിലാകുന്ന പോലെ. അവനെ പരസ്യമാക്കിയത് ഏറ്റവും ഒടുവില. അവൻ ഇറങ്ങിപ്പോകാൻ വേണ്ടി എഴുന്നേറ്റ് പോകാൻ മുട്ടുകുത്തിയിരിക്കുമ്പോഴാ കർത്താവ് കൊണ്ട് പറയുന്നത്, എന്നാ ഈ കണ്ണം മേടിച്ചോണ്ട് പോ, നീ ചെയ്യാനുള്ള ചെയ്യാൻ. അപ്പോഴും ബാക്കി 11 പേർക്കും പിടികിട്ടിയില്ല. യോഹന്നാന് ഒരുപക്ഷെ ആ സമയം മനസ്സിലായി, ഞാൻ ഈ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവനാണ് അവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ചാറിൽ മുക്കി പെസഹായുടെ അപ്പക്കഷണം അവന് കൊടുത്തത്. വേറെ ആർക്കും മനസ്സിലായില്ല. അപ്പോ അവന് മാത്രം മനസ്സിലാകുന്നത് പോലെ മാനസാന്തരത്തിന്റെ വിളികൾ, കോൾ ടു റിപ്പൻറ്റൻസ് കൊടുത്തുകൊണ്ടിരുന്നതും അവൻ ഇങ്ങനെ നശിച്ചു പോകരുത് എന്നതുകൊണ്ടായിരുന്നു. കർത്താവ് പറയുകയും ചെയ്തു, ഈ മനുഷ്യൻ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന്. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടാൻ യൂദാ വേണമെന്നില്ല. പക്ഷെ അവൻ അതിൽ കണ്ണിയായി എന്ന് മാത്രമേ ഉള്ളൂ. അവൻ അതിൽ നിന്നും മാറായിരുന്നു. യേശുക്രിസ്തുവിന് ക്രൂശിക്കപ്പെടുന്നതിൽ നിന്നും മാറാനൊക്കില്ല. അത് മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവ നിത്യ പദ്ധതിയുടെ ഭാഗമാണ്. അതുപോലെയുള്ള നിത്യപദ്ധതിയുടെ ഭാഗമായിരുന്നില്ല ആര്? യൂദാ. സ്തോത്രം. അത് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ, ഒരു പൂജാരി പൂജ ചെയ്യുന്ന സമയത്ത് ശല്യം ഉണ്ടാക്കിയിരുന്ന പൂച്ചയെ കൊട്ടക്കീഴിൽ അടച്ചിട്ടിട്ടാണ് പൂജ ചെയ്യുമായിരുന്നത്. പൂജാരി മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ പൂജാരിയുടെ മകൻ പൂജാരിയായി. ആ മകൻ പൂജാരിയും പൂജയ്ക്ക് മുമ്പ് പൂച്ചയെ കൊട്ടയിൽ അടച്ചിടും. കുറച്ച് കഴിഞ്ഞപ്പം പൂച്ച ചത്തുപോയി. ഈ മകൻ പൂജാരി പൂജ ചെയ്യുന്നത് നിർത്തി. ചോദിച്ചപ്പോൾ പറഞ്ഞത്, പൂജയ്ക്ക് കൊട്ടക്കീഴിൽ അടച്ചിടാൻ ഇപ്പൊ പൂച്ചയില്ലെന്ന്. ആ പൂച്ചയെ കൊട്ടക്കീഴിൽ അടയ്ക്കുന്നത് പൂജയുടെ ഭാഗമല്ല എന്നതുപോലെ യൂദാ ഈ രക്ഷണ്യ പദ്ധതിയിലെ ഭാഗം അല്ല. അവൻ അതിൽ കയറിക്കൂടി, അതും ശാപഗ്രസ്തമായ നിലയിൽ. അത് ആവശ്യമല്ല. യൂദാ കാണിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിലും, ഒറ്റിക്കൊടുത്തില്ലായിരുന്നെങ്കിലും യേശു ക്രൂശിക്കപ്പെട്ടേനെ. പക്ഷേ ദൈവത്തിൻ്റെ മുന്നറിവിൽ ഇങ്ങനെ സംഭവിക്കും എന്നതുകൊണ്ട് അങ്ങനെയൊക്കെ കർത്താവാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ മാറ്റമില്ലാത്ത ദൈവീക നിയമനം എന്ന് പറയുന്നത് യേശുവിൻ്റെ ക്രൂശീകരണമാണ്.
സ്തോത്രം. എന്തുകൊണ്ട് അത് ആവശ്യമായിരുന്നു? ഓക്കെ സിസ്റ്റർ, എന്തുകൊണ്ട് അത് ആവശ്യമായിരുന്നു? Was it മാനവജാതിയുടെ necessary? രക്ഷയ്ക്ക് വേണ്ടി. Was the death of Jesus necessary? Yes. Yes. How and why? എന്തുകൊണ്ട്? To fulfill prophecy. ദൈവിക രക്ഷണ പദ്ധതിയുടെ ഭാഗമായിരുന്നുകൊണ്ട്. Yeah, fulfill the prophecy, രക്ഷണ്യ പദ്ധതിയുടെ ഭാഗമായിരുന്നു. രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനം ഇല്ലെന്നുള്ള പ്രവചനം, ആ വചനം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള ദൈവത്തിൻ്റെ നിയമം. ഇത് ആവശ്യപ്പെട്ടത് ദൈവത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്. ഈ നമ്മുടെ ഇടയിൽ തന്നെ പ്രസംഗകരൊക്കെ ഇന്നങ്ങ് ഒത്തിരി പെരുകിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും അങ്ങ് പ്രസംഗകരുടെ പെരളിയപ്പോൾ. പക്ഷെ പലരും പ്രസംഗിക്കുന്നത് അടിസ്ഥാനപരമായി തെറ്റായ കാര്യങ്ങളാണ്. ഉപദേശപരമായും വേദപുസ്തകപരമായും തെറ്റാണ്. ഇന്ന് ഞാനൊരു സായിപ്പ് പ്രസംഗിച്ച് കേട്ടു. ഏതായാലും വേറൊരു സായിപ്പ് അതിനെ തിരുത്തി. യേശുക്രിസ്തുവിന് മരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നെന്നും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെന്നും ദൈവമല്ല യേശുക്രിസ്തുവിൻ്റെ മരണം ആഗ്രഹിച്ചതെന്നും ദൈവത്തിന് അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ മരണവും രക്തവും ഒന്നും വേണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു തെറ്റായ ഉപദേശം. അതിൽ മറ്റൊരു സായിപ്പ് അതിനെ ഖണ്ഡിച്ച് വളരെ നന്നായിട്ട് വേദപുസ്തക തെളിവുകളോടെ തിരുത്തുന്നത് ഞാൻ കണ്ടു. ഏറ്റവും ഒന്നാമത് ഇങ്ങനെ ഒരു മരണം ആവശ്യമാക്കിയത് എന്തായിരുന്നു? പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നുള്ള ദൈവത്തിന്റെ നീതി. യെസ്, ദൈവത്തിൻ്റെ രണ്ട് വിശേഷ കാര്യങ്ങളാണ് യേശുവിൻ്റെ മരണം അത്യാവശ്യമാക്കിയത്. Two things that made Jesus' crucifixion necessary. Two divine things that made Jesus' death necessary. One was God's holiness, and the other one was God's righteousness. ദൈവത്തിൻ്റെ പരിശുദ്ധിയും ദൈവത്തിൻ്റെ നീതിയുമാണ്, സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ മരണം അത്യാവശ്യമായ ഘടകമാക്കിയത്. ഇത് രണ്ടും, ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ നീതിയും കൂടെ മാറ്റിക്കൂടാത്ത ഒരു നിയമമുണ്ടാക്കി. ആ നിയമത്തിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ ചിലർ പറഞ്ഞത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. സ്തോത്രം. അപ്പം ഈ നിയമങ്ങൾ ദൈവത്തിൻ്റെ തന്നെ ന്യായപ്രമാണമെന്ന് പറയാം, ദൈവത്തിൻ്റെ തന്നെ നിയമങ്ങൾ. അതാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ അത്യാവശ്യമായ ഘടകമാക്കി മാറ്റിയത്.
സ്തോത്രം. റീനമാമ വായിച്ചോ 9:16 പ്ലീസ്. For where there is a testament, there must also of necessity be the death of the testator. Yeah, the testament or the law is established only when the person involved in is dead. So the testament involved the death of the one who made it must be established. Verse 17 also says, for a will and testament is valid and takes effect only at death, since it has no force or legal power as long as the one who made it is alive. So to establish the testament or the law of God, അതുകൊണ്ട് ദൈവമക്കൾക്ക് ഓർമ്മ കാണുമല്ലോ, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചിന്തിച്ചത് നമുക്ക് ഏറ്റവും ശത്രുവായിരുന്ന ഘടകം എന്താണെന്ന്. The law. The law of the Lord. ഏറ്റവും വലിയ നമ്മുടെ ശത്രു ദൈവത്തിന്റെ ന്യായപ്രമാണമായിരുന്നു. ഓർമ്മ കാണുമല്ലോ, Colossians 2:14 and Ephesians 2:14, 14-16, 17. എഫേസ്യർ 2:14 തൊട്ടുള്ള വാക്യങ്ങളും കൊലോസ്യർ 2:14 വാക്യവും അവിടെ കാണുന്നുണ്ട്. എടുത്തെങ്കിലൊന്നും കൂടെ വായിച്ചോളൂ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. സ്തോത്രം. കണ്ടോ, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത്. ന്യായപ്രമാണത്തെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാ അത് നമുക്ക് വിരോധമായത്? ചട്ടങ്ങളാൽ. ചട്ടം, ദൈവത്തിന്റെ ചട്ടം. നമ്മൾ ഈ ചട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ആനയുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ ചില വീടുകളിലൊക്കെ പറയാറുണ്ട്, ഓ ആ പുള്ളിക്ക് ഭയങ്കര ചട്ടമാണ്. നിയമങ്ങൾ അത് തന്നെയാണ് പൗലോസ്ലീഹ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെയും 14 മുതൽക്കുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം. കണ്ടോ, ഈ ന്യായപ്രമാണത്തിനകത്തുള്ള സംഗതികളായി ഈ ചട്ടങ്ങൾ. 119-ാം സങ്കീർത്തനത്തിനകത്ത് ന്യായപ്രമാണത്തിന് അഥവാ ദൈവവചനത്തിന് കൊടുത്തിട്ടുള്ള ഒരു മറുപേരാണ് ചട്ടങ്ങൾ. സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ഗാഡ് ഈസ് അനദർ നെയിം ഫോർ ദ ലോ, ദ സ്ക്രിപ്ചേഴ്സ്. വാട്ട് ഈസ് ദ സ്ക്രിപ്ചേഴ്സ്? Divine law, especially the Old Testament law. പരിശുദ്ധനും നീതിമാനുമായ ദൈവം തൻ്റെ മാറ്റമില്ലാത്ത നിയമം ഉണ്ടാക്കി വച്ചിരിക്കുക. ആ നിയമം അനുസരിച്ചാണ് യേശുവിൻ്റെ മരണം അത്യാവശ്യ സംഗതിയാക്കിയത്. സ്തോത്രം. So these statutes, this very law of the Lord
in his holiness and righteousness made the atonement of Jesus Christ necessary for the salvation of humanity. So it was God's nature, his commandments, his statutes made Jesus' death a necessary. സ്തോത്ര. അപ്പം ദൈവത്തിന്റെ ഡിമാൻഡാണ്. So by death of Jesus on the cross, he could satisfy the righteous demands of the holy God. Jesus, by his atoning death on the cross, satisfied or fulfilled the righteous demands of the holy God. യേശുക്രിസ്തു തന്റെ ക്രൂശ് മരണത്താൽ പരിശുദ്ധനായ ദൈവത്തിന്റെ നീതിയുള്ള ആഹ്വാനത്തെ നിവർത്തിച്ചു. സ്തോത്രം. God's righteousness is satisfied. ദൈവത്തിന്റെ നീതി അവിടെ നിവർത്തിച്ചു. സ്തോത്രം. What is that? Dina sister, you can read Leviticus 17:11. For the life of a creature is in the blood, and I have given it to you to make atonement for yourself on the altar. It is the blood that makes atonement for one's life. Yeah, that can be, of course, related to Hebrews chapter 9. രക്തമാണ് പ്രായശ്ചിത്തമായി പാപപരിഹാരത്തിന് വേണ്ടി ഒഴുക്കപ്പെടുന്നത്. സ്തോത്രം. അത് നമ്മൾ ന്യായപ്രമാണമായി ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തത് കണ്ടു. സ്തോത്രം. അതാണ് എബ്രായർ 9-ാമത്തെ അധ്യായത്തിലും നമ്മൾ വായിച്ചതും മുമ്പോട്ടുള്ള വാക്യങ്ങളിലും മുമ്പേ ബാബു അങ്കിൾ പറഞ്ഞ വാക്യമുണ്ട്. നമ്മൾ അവിടേക്ക് പിന്നീട് വരുമല്ലോ. സ്തോത്രം. There is no redemption without shedding blood. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന ദൈവിക വിധിയാണത്. That is divine verdict. Nobody can overpower it or supersede it, because it is sentenced by the supreme judge of the universe. It should be done. പ്രപഞ്ചാധിപതിയായ ന്യായാധിപനായ ദൈവം ഇത് കൽപ്പിച്ചിരിക്കയാൽ ആ സ്വർഗീയ കോടതിയുടെ വിധിയെ മറികടക്കാൻ ആർക്കും കഴിയുകയില്ല. അത് നിവർത്തിച്ചേ പറ്റൂ. എന്നാൽ അത് നിവർത്തിക്കുവാൻ വേറെ ആർക്കും ഒരു സൃഷ്ടിക്കും കഴിയാതിരുന്നത് കൊണ്ട് ഈ വിധി കൽപ്പിച്ച ദൈവം തന്നെ ആ വിധിയെ നിവർത്തിക്കേണ്ടതിന് മനുഷ്യനായി ഭൂമിയിൽ മരിക്കുവാൻ പിറന്നു. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ ആവർത്തിച്ചോട്ടെ. Cross of Christ is the very junction
where the holiness of God, the righteousness of God, and the love of God met together. ദൈവത്തിന്റെ പരിശുദ്ധിയും നീതിയും സ്നേഹവും കൂടെ പരസ്പരം സന്ധിക്കുന്ന സംഗമസ്ഥാനമാണ് കാൽവറി കുരിശ്. പാപത്തിനെതിരായ പരിശുദ്ധനാം ദൈവത്തിന്റെ നീതിയും പാപിയോടുള്ള പരിശുദ്ധനായ ദൈവത്തിന്റെ സ്നേഹവുമാണ് ക്രൂശിലെ പ്രദർശന വസ്തു. സ്തോത്രം. What is manifested on the cross is the righteousness of the holy God against sin and the love of the holy God towards the sinner. ഇത് രണ്ടും കൂടെ സംഗമിക്കുകയാണ് ക്രൂശിൽ. സ്തോത്രം. ഡോക്ടർ സാജു എന്താ ചോദിക്കായിരുന്നോ? അല്ല പാസ്റ്റർ, ഇതിനോട് അനുബന്ധിച്ച് തന്നെ മാത്യു 5:17 പറഞ്ഞല്ലോ, I have come to not to abolish the law but to fulfill the law. Yeah, fulfill, of course. അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രൂശിൽ വിളിച്ചു പറഞ്ഞത് ടെറ്റലസ്റ്റായി, നിവൃത്തിയായി. എന്ത് നിവൃത്തിയായി? നിവൃത്തിയായ ഒന്നിതാണ്, വ്യവസ്ഥ അഥവാ ന്യായപ്രമാണം ഞാൻ നിവർത്തിച്ചുവെന്നാണ്. സ്തോത്രം. അപ്പം യേശുക്രിസ്തുവിന് മരിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മരണത്തെ ഒഴിച്ചുകൂടാനൊക്കാത്തതാക്കി തീർത്തത്, മനുഷ്യന്റെ പാപം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഈ നീതിയുള്ള വിധിയാണ്. സ്തോത്രം. അതുകൊണ്ടാ നമ്മളിപ്പം വായിച്ച ഇബ്രായലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 11ഉം 12ഉം വാക്യങ്ങളിലും നാം അത് കാണുന്നത്. സ്തോത്രം. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. സ്തോത്രം. 10-ാം വാക്യത്തിൽ കണ്ടില്ലേ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. ഈ പശ്ചാത്തലത്തിൽ ഇതിനെല്ലാം കാരണഭൂതനും ആര് തന്നെയാ? ദൈവം തന്നെ. പുത്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയമം അങ്ങ് മാറ്റിയാൽ മതി, പക്ഷെ അത് ദൈവത്തിന്റെ സ്വഭാവത്തിന് നിരക്കുന്നതല്ല. സ്തോത്രം. God could not alter the law because God cannot deny himself. ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പറഞ്ഞത്. വേറെ ഒത്തിരി സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 22ഓളം സ്വഭാവങ്ങൾ നമ്മൾ ട്രിനിറ്റിയുടെ വിഷയത്തിൽ പഠിച്ചിട്ടുണ്ട്. ത്രിയേകത്വത്തെ പറ്റി പഠിച്ചപ്പോൾ ഡിവൈൻ ആട്രിബ്യൂട്ട്സ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന 2 പ്രധാന സ്വഭാവങ്ങളാണ് പരിശുദ്ധിയും നീതിയും. ആ സ്വഭാവം നിമിത്തം ദൈവത്തിന് ഈ മനുഷ്യന്റെ പാപത്തിനെതിരെ കണ്ണടയ്ക്കാൻ പറ്റില്ല. മരിച്ചേ പറ്റൂ പാപം ചെയ്യുന്ന ദേഹി. രക്തം ചൊരിയാതെ വിമോചനയില്ല. എന്നാൽ ഒരൊറ്റ മനുഷ്യനും വേറെ ഒരു സൃഷ്ടിയും
മനുഷ്യന് വേണ്ടിയിട്ട് പ്രായശ്ചിത്ത മരണം വരിക്കുവാൻ യോഗ്യരല്ല. എന്നാ പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് നിയമം പോകട്ടെന്ന് വെച്ചില്ല. നിയമകർത്താവ് തന്നെ മരിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. നിയമകർത്താവിൻ്റെ മരണം കൊണ്ട് നിയമത്തെ ഉറപ്പിച്ചു. അതാണ് നാം എബ്രായർ 9:16-17 വാക്യങ്ങളിൽ കണ്ടത്. So it was necessary that Jesus die on the cross. സ്തോത്രം. ഇത്രയും ഇവിടം വരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അതുകൊണ്ടല്ലേ പക്ഷേ വില്ല് എഴുതി വെച്ച ആള് മരിക്കാത്തിടത്തോളം കാലം വില്ല് അത് ആക്റ്റീവ് ആകത്തില്ലല്ലോ. അതെ, അതാ 17-ാമത്തെ വാക്യത്തെ നമ്മൾ വായിച്ചത്, 9:17 എബ്രായർ. അതെ. സ്തോത്രം. യേശു ജഡമെടുത്തു വന്നത് നമുക്കായിട്ട് മരിക്കുവാൻ, തൻ്റെ മരണത്താൽ എന്ന് 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടെടുത്തത്. സ്തോത്രം. തൻ്റെ മരണത്താൽ നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യത്തിനായി ദൈവത്തിന് സ്തോത്രം. നമ്മെ തന്നെ ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആഴമായിട്ട് സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.